വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞത് തിരിച്ചടിയായെന്ന് CPM. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വടകരയിൽ ഷാഫി പറമ്പിലിനെ തടഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം കൂട്ടുപ്രതി എന്ന രീതിയിലാണ് ഡിവൈഎഫ്ഐക്കാർ ഷാഫിക്ക് നേരെ പ്രതിഷേധം നടത്തിയത്. വടകരയിൽ ഷാഫി പറമ്പിൽ സഞ്ചരിച്ചിരുന്ന വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. ഷാഫിയെ ചീത്ത വിളിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഷാഫി വടകര അങ്ങാടിയിൽ നിന്ന് പേടിപ്പിച്ച് ഓടിക്കാൻ ശ്രമിച്ചാൽ ഓടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന പഞ്ച് ഡയലോഗും അടിച്ചു. ഷാഫി പറമ്പിൽ ഇതോടെ ഷൈൻ ചെയ്തിരിക്കുകയാണ്. ഷാഫി പറമ്പിലിനെ അനുകൂലിക്കാത്ത കോൺഗ്രസ് നേതാക്കൾക്കും ഷാഫി പറമ്പിലിനെ അനുകൂലിക്കേണ്ട ഒരവസ്ഥ വന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം ഷാഫി പറമ്പിലേക്ക് നീണ്ടതാണ് CPM-നും ഡിവൈഎഫ്ഐക്കും തിരിച്ചടി ആയത്. CPM-ലെ സംസ്ഥാന നേതൃത്വത്തിന് ഡിവൈഎഫ്ഐ നടത്തിയ ഈ ഫൗൾ ഗെയിമിൽ വലിയ അമർഷമുണ്ട്. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കെ റണ്ണൌട്ടാകുന്ന രീതിയിലാണ് ഡിവൈഎഫ്ഐ ഷാഫി പറമ്പിലിനെ തടഞ്ഞത്. ഷാഫി പറമ്പിലാകട്ടെ സ്കോർ ചെയ്യുകയും ചെയ്തു. ഡിവൈഎഫ്ഐക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ 2 പരിപാടികളിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്തു. 2 പരിപാടികളിലും വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായി. ഇതൊക്കെ ഷാഫി പറമ്പിലിന് വലിയ ഒരു മൈലേജ് നൽകി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്ന സമരം ഷാഫി പറമ്പിലേക്ക് നീക്കിയത് CPM-ന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവാണിഭം സ്ത്രീ പീഡനം നടത്തിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു എന്ന് നിഷ്പക്ഷരായ ജനങ്ങൾ ചോദിക്കുന്നു. ഷാഫി പറമ്പിലിനെതിരെ CPM-ന് ഒടുങ്ങാത്ത കലിപ്പുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഷാഫി പരാജയപ്പെടുത്തിയത് KK ശൈലജ ടീച്ചറെയാണ്. മാത്രമല്ല, ഷാഫിക്കെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ CPM ഉന്നയിച്ചു. കാഫർ സ്ക്രീൻഷോട്ടൊക്കെ വിവാദമായി മാറി. ഷാഫി പുറത്തു നിന്ന് വന്നയാൾ എന്ന പ്രചരണം നടത്തി. വടകരയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന പ്രചരണം നടത്തി നോക്കി. പക്ഷേ ഇതൊന്നും ഷാഫി പറമ്പിലിൻ്റെ ജനപ്രീതി ഇടിയാൻ കാരണമായില്ല. അപ്പോഴാണ് CPM-നും ഡിവൈഎഫ്ഐക്കും ഒരായുധം കിട്ടിയത്. ഷാഫിയുടെ സുഹൃത്താണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി സ്ത്രീ പീഡന വിവാദങ്ങളിൽ കുടുങ്ങുന്നു. ഇത് രാഹുലിൻ്റെ മാത്രം വീഴ്ചയാണ്, ഷാഫിയുടെ വീഴ്ചയല്ല. ഇത് തിരിച്ചറിയാതെയാണ്, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബുദ്ധിമോശം കാണിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം നന്നായി കൊണ്ടുപോകുകയായിരുന്നു ഡിവൈഎഫ്ഐയും CPM-ഉം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരിട്ട് കേസെടുക്കാൻ രംഗത്തിറങ്ങിയതും ശ്രദ്ധേയം. പിണറായി വിജയൻ തന്ത്രപൂർവ്വം കളിക്കുന്നതിനിടയിലാണ് വടകരയിലെ ഡിവൈഎഫ്ഐക്കാർ ഫൗൾ ഗെയിം കാണിച്ചത്. ഫൗൾ ചെയ്ത് വീഴ്ത്തി പെനാൽറ്റി വാങ്ങുന്ന രീതിയിലായി ഡിവൈഎഫ്ഐയുടെ ഷാഫി പറമ്പിൽ ഉപരോധം. ഷാഫി പറമ്പിലാകട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായി മാറുകയും ചെയ്തു. വടകര അങ്ങാടിയിൽ നിന്നും പേടിപ്പിച്ചോടിക്കാൻ ശ്രമിച്ചാൽ ഓടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഷാഫി പറമ്പിലിൻ്റെ പഞ്ച് ഡയലോഗ് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ ആഘോഷിക്കുന്നു. ഷാഫി പറമ്പിലിനെ അങ്ങനെയൊന്നും കീഴടക്കാൻ പറ്റില്ല എന്നാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ ആഘോഷിക്കുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ ഈ പരിപാടി വലിയ വീഴ്ചയായി പോയി എന്ന് തന്നെ പറയണം. ഷാഫി പറമ്പിൽ ഇപ്പോൾ ഷൈൻ ചെയ്ത് നിൽക്കുകയാണ്. അദ്ദേഹം അതിവേഗം പ്രശസ്തിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഷാഫി പറമ്പിലിന് പിന്തുണയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും VD സതീശനും മുരളീധരനും ഒക്കെ ഒറ്റക്കെട്ടായി എത്തിയതും CPM-ന് തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഷാഫി പറമ്പിലിനെ തടഞ്ഞത് ഫൗൾ ഗെയിമായി പോയി, സ്വയം പെനാൽറ്റി കിക്ക് ചോദിച്ചു വാങ്ങുന്ന രീതിയായിപ്പോയി.